നടിയെ ആക്രമിച്ച കേസിൽ രണ്ടാം ഘട്ട വിചാരണ നടപടികൾക്ക് തുടക്കമായി. പൾസർ സുനിയും ദിലീപും ഉൾപ്പെടെയുള്ള പ്രതികൾ ഹാജരായി. ഇന്നത്തെ നടപടികൾ പൂർത്തിയായി. പ്രതികളുടെ വിസ്താരം നാളെയും തുടരും. അലമീൻ, ഇന്നത്തെ വിസ്താരം പൂർത്തിയാകുന്നു. ഇനി വിചാരണ നടപടികൾ എത്ര ദിവസം കൂടി നീണ്ടു നിൽക്കും? കേസിന്റെ ഒരു അന്തിമ ഘട്ടമായില്ലേ? നടപടികൾ എത്ര ദിവസം തുടരുമെന്നുള്ളതിൽ ഒരു വ്യക്തതയില്ല സുജയ. നാളെ മുതൽ ഏതായാലും പ്രതികളുടെ വിശദമായ വിസ്താരത്തിലേക്ക് കടക്കും. ഇന്നിപ്പോൾ അതിൻ്റെ പ്രാഥമിക നടപടികളാണ് കോടതി പൂർത്തിയാക്കിയത്. IPC 270 അനുസരിച്ചുള്ള ചില വകുപ്പുകൾ പ്രകാരമുള്ള നടപടികളാണ് ഇന്നിപ്പോൾ കോടതിക്കുള്ളിൽ പൂർത്തിയായത്. നാളെ മുതൽ ഈ ഓരോ പ്രതികളെയും വിശദമായി വിസ്തരിക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ഒരുപക്ഷെ ഇന്നിപ്പോൾ 13 പ്രതികളാണ് ഈ കേസിലുള്ളത്. ഇന്ന് 12 പ്രതികൾ, ദിലീപും പൾസർ സുനിയും ഉൾപ്പെടെയുള്ള 12 പ്രതികൾ ഇന്നിപ്പോൾ ഹാജരായും. കോടതി നടപടി ഇന്നത്തെ നടപടി പൂർത്തിയാക്കി ദിലീപ് അല്പസമയം മുമ്പാണ് മടങ്ങിയത്. പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ പുറത്തേക്ക് വരാനുമുണ്ട്. നാളെ മുതൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പ്രോസിക്യൂട്ടറും ഒക്കെ മടങ്ങുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്കിപ്പോൾ കാണുകയും ചെയ്യാം. നാളെ മുതൽ ഈ പ്രതികളുടെ വിസ്താരത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപക്ഷെ ഓരോ ദിവസവും ഓരോ പ്രതികൾ എന്ന നിലയിലായിരിക്കും കോടതി വിളിപ്പിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അതിൻ്റെ നടപടിക്രമം കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ തുടരുകയും ചെയ്യും. 2 മാസത്തിനകം ഒരുപക്ഷെ കോടതി ഈ വിഷയത്തിൽ വിധി വരാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ഈ അവസാന ഘട്ടത്തിലാണ് അത്തരമൊരു നടപടിയിലേക്ക്, പ്രതികളുടെ വിസ്താരത്തിലേക്ക് കോടതിയും കടന്നിട്ടുള്ളത്. ഇന്ന് രാവിലെ തന്നെ ഈ പ്രതികളെല്ലാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാളൊഴികെയുള്ള ബാക്കി എല്ലാ പ്രതികളും കോടതിയിലെത്തിയിരുന്നു. നടപടിക്രമങ്ങൾ അല്പസമയം മുമ്പാണ് പൂർത്തീകരിച്ചത്. രാവിലെ പൾസർ സുനി ആദ്യം എത്തുന്നു. അതിന് പിന്നാലെയാണ് ദിലീപും വന്നത്. നേരത്തെ ഈ കേസിൻ്റെ വിചാരണ ഘട്ടത്തിൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുമ്പോഴായിരുന്നു ദിലീപും പൾസർ സുനിയും, കേസിലെ പ്രധാന പ്രതികൾ കൂടിയാണ്, ഒരുമിച്ച് കോടതി മുറിയിലെത്തിയത്. അതിനുശേഷം ഇന്നാണ് ഇപ്പോൾ ഈ വിസ്താരത്തിൽ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇന്ന് രണ്ടുപേരും ഒരുമിച്ച് കോടതി മുറിയിൽ എത്തിയത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചതിന് ശേഷം വീണ്ടും കോടതിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതിന് നാളെ മുതൽ ഏതൊക്കെ പ്രതികൾ ഏതൊക്കെ ദിവസം എന്നുള്ളത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി വ്യക്തമാകും. മനസ്സിലാക്കുന്നത് എല്ലാ പ്രതികളെയും നാളെ മുതൽ ഒരേ ദിവസം എല്ലാവരെയും വിളിക്കാനുള്ള സാധ്യതയില്ല. ഓരോ പ്രതികളെയും അവിടെ പട്ടിക അനുസരിച്ചിട്ടായിരിക്കും പക്ഷേ വിളിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ഇന്ന് ഏതാനും ദിലീപ് ഉൾപ്പെടെ പൾസർ സുനി ഉൾപ്പെടെ 12 പ്രതികൾ ഹാജരായി. ഇന്നത്തെ നടപടികൾ പൂർത്തിയാക്കി ദിലീപ് ഉൾപ്പെടെ മടങ്ങുകയും ചെയ്തിട്ടുണ്ട് സുജയ.